നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എക്കണോമിക്സിൻ്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു റിവ്യൂ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ റിവ്യൂ എന്ന് പറയുന്നത് കുട്ടികൾ നമുക്ക് തന്ന കമൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും വളരെ ആകാംക്ഷയോടുകൂടി പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് നമ്മൾ ഈ എക്സാമിനെ നോക്കി കണ്ടത്. എന്തായാലും എക്കണോമിക്സിൻ്റെ എക്സാം ലാസ്റ്റ് ആയത് വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരുടെയും കമൻറ്റ് കേട്ടപ്പോൾ വളരെ ടഫാണ് എന്നുള്ള ഒരു വാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ വൺ വേർഡ് ടഫായിരുന്നു, ബാക്കിയെല്ലാം കുഴപ്പമില്ല എന്നുള്ളൊരു വാർത്ത മാത്രം കണ്ടത്. പക്ഷേ പൊതുവെ എല്ലാവരും ഒരു കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള എക്സാം തന്നെയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നിയത്. കാരണം ഒരു 12th സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് തോന്നിപ്പോയി. കാരണം നമ്മുടെ ഒരു ടിപ്പിക്കൽ സ്റ്റൈലായിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആ സ്റ്റൈലിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ അധികം മാറ്റത്തോട് കൂടിയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തന്നെ പറയാം. നമുക്കറിയാം 1 മുതൽ 10 വരെയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണഗതിയിൽ നല്ല നിലവാരം പുലർത്തുന്നുണ്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും. അത് സാധാരണഗതിയിൽ നമുക്കത് പെട്ടെന്ന് നോക്കി പിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വൺ വേർഡിൽ വരാറുള്ളത്. പക്ഷേ അതുപോലെ തന്നെ 2 മാർക്സിനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് വരാറുള്ളത്. പക്ഷേ ഈ 3 മാർക്സ് 4 മാർക്സ് 5 മാർക്സ് അതുപോലെ 8 മാർക്സ് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ ഒരു ചില ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ പറയാറുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മറ്റുള്ളത് അപ്പോൾ ഇപ്പോൾ വന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ ആ ഒരു രീതിയെ തകിടം മറിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. അതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം നിരാശയിലാണ് എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. +2 എക്സാമൊക്കെ കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഇറങ്ങി വരേണ്ട കുട്ടികൾ വളരെ സങ്കടത്തോടു കൂടി ഇറങ്ങി വന്ന് എന്ത് ചെയ്യും, വരുമോ എന്ന് പേടി വരെ ആളുകൾക്കുണ്ട്. കൂട്ടി നോക്കിയിട്ട് 1 മാർക്കിൻ്റെ കുറവ്, 24 കിട്ടാൻ 1 മാർക്കിൻ്റെ കുറവ് എന്നൊക്കെ പറയുന്നുണ്ട്. 1 മാർക്കിനൊക്കെ തോൽപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന പലരും അങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കമൻറ്റ്. പല രക്ഷിതാക്കളും പ്രതികരിച്ചിട്ടുണ്ട്. എന്തിനാണ് മാഷുമാർ ഇങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ തയ്യാറാക്കി കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ പക്ഷേ മൊത്തത്തിലെല്ലാം ടൈറ്റാണെന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷേ നന്നായിട്ട് പഠിക്കുന്നവരെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നന്നായിട്ടുണ്ട്. അതായത് നല്ല ഹൈ സ്കോർ എല്ലാവരും പിന്നെ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടണം എന്ന് വിചാരിച്ച് തന്നെയാണ് പഠിക്കുക. പക്ഷേ അതിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നവരുണ്ട്, ആഗ്രഹിച്ച് പഠിക്കുന്നവരുണ്ട്. അതായത് ആത്മാർത്ഥതയും ആഗ്രഹവും രണ്ടും രണ്ടാണല്ലോ. ആത്മാർത്ഥത എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കം മുതലേ നമ്മൾ ഇതിൽ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് വേണം എന്ന് വിചാരിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിരിക്കും. മിക്കവാറും ക്വസ്റ്റ്യൻസ് ഈസി ആയിരിക്കും. പിന്നെ 1-2 എന്തായാലും ടഫ് ഉണ്ടാവും. നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ പിന്നെ ഈസി, ആവറേജ് അതുപോലെ തന്നെ ടഫ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണല്ലോ സാധാരണ ഉണ്ടാവുക. പക്ഷേ അതല്ലാതെ നമുക്ക് ആഗ്രഹമുണ്ട് A+ നേടാൻ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഈ പരീക്ഷയുടെ തലേദിവസം വെച്ചിട്ട് നമ്മൾ 4 ദിവസം മുമ്പോ അല്ലെങ്കിൽ പരീക്ഷയുടെ തലേദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് PDF എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് മൈക്രോ കോപ്പി ആക്കി മാറ്റിയിട്ട് പിന്നെ എന്താ പറയുക കോപ്പി അടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ ഒരു ഉടായ്പ പരിപാടിക്ക് നടക്കുന്നവർക്കൊന്നും ഒരിക്കലും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഇതിൻ്റെ ABCD അറിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഇത് കറക്റ്റ് നമ്മൾ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ച ഒരാൾ പിന്നെ GDPയുടെ അതായത് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ച് കാലങ്ങളായിട്ട് ഇമ്പോർട്ടൻറ്റ് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എനിക്ക് അത് പറഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു, അത് വരാൻ സാധ്യത കുറവാണല്ലോ. കാരണം സ്ഥിരമായിട്ട് വന്നൊരു ചോദ്യം. അപ്പോൾ അതിനി ചിലപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് മാറ്റി പറഞ്ഞാൽ അത് തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ നമ്മളത് പറയാതിരുന്ന. പക്ഷേ അതിനോടൊപ്പം തന്നെ അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ ചോദിച്ച ചോദ്യം എന്താണ് GDP എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നോമിനൽ GDPയും അതുപോലെ തന്നെ റിയൽ GDPയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു. അതുപോലെ ക്യാൻ ദ GDP ഓഫ് എ കൺട്രി ബി ടേക്കൺ ആസ് എ ഇൻഡെക്സ് ഓഫ് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് ദാറ്റ് കൺട്രി എക്സ്പ്ലെയിൻ. അതായത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അളക്കാൻ GDP കണക്കാക്കാൻ പറ്റുമോ വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ട് അതൊരു 5 മാർക്കിനും 4 മാർക്കിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ അതിനവർ ആ ചോദ്യം മാത്രം 5 മാർക്കിന് ഇട്ടിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ് GDP, നാമമാത്ര GDPയും യഥാർത്ഥ GDPയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് ചോദിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്. എസ്സേയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണത്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള നമ്മളെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുഴറ്റിയിട്ടുണ്ട് കുട്ടികളെ.
ചില ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് നോക്കിയിരുന്നു ഓരോ ക്വസ്റ്റ്യനും എന്താണിത് ചോദിച്ചതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എസ്സേയിൽ നമുക്ക് അതിനിപ്പോൾ വിട്ടാലും നമുക്ക് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു തന്നെ സ്ഥിരമായിട്ട് പറയുന്നത് തന്നെ വന്നിട്ടുണ്ട്. നിസ്സംഗതാവക്രങ്ങളുടെ എന്താണ് നിസ്സംഗതാവക്രം, നിസ്സംഗതാവക്രങ്ങളുടെ പ്രത്യേകത, അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ അനുകൂലതമ തെരഞ്ഞെടുപ്പ് വിശദമാക്കുക, അതായത് പിന്നെ എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവാണ്, അതുപോലെ തന്നെ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ അത് ചോദിച്ചിട്ടുണ്ട് വിത്ത് ഡയഗ്രാം. അതല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഏത് കൺട്രോൾ ഓഫ് മണി സപ്ലൈ ഈസ് വൺ ഓഫ് ദ ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, മെൻഷൻ അതർ ഫംഗ്ഷൻസ്, അതായത് സെൻട്രൽ ബാങ്കിൻ്റെ പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ കേന്ദ്ര ബാങ്കിൻ്റെ ചുമതലകളിൽ ഒന്നാണ്. മറ്റു ചുമതലകൾ എന്താണ്? അതുപോലെ എക്സാമിൻ ദ വേരിയസ് ടൂൾസ് യൂസ്ഡ് ടു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ടു കൺട്രോൾ മണി സപ്ലൈ ഇൻ ഇന്ത്യ. ഭാരതീയ റിസർവ് ബാങ്ക് ഇന്ത്യയിലെ പണത്തിൻ്റെ പ്രധാനം നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന വിവിധ എന്താണ് നയ ഉപാധികൾ പരിശോധിക്കുക. അത് രണ്ട് നമ്മൾ പറഞ്ഞാണ്, ഇന്നലത്തെ ചോദ്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടതാണ്. അത് രണ്ടും വന്നിട്ടുണ്ട്. രണ്ടെണ്ണം എഴുതാനേ ഇവിടെ ഉള്ളൂ. 3 ചോദ്യത്തിൽ ഏതെങ്കിലും ഒന്ന് മിസ്സായാലും 2 എഴുതാൻ പറ്റുമല്ലോ. അതുപോലെ അയവുള്ള വിനിമയ നിരക്ക്, അതുപോലെ പിന്നെ വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള ചോദ്യം സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്. ചോദ്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ കുറച്ച് ഇപ്പം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതൊക്കെ എളുപ്പമായി തോന്നും. അങ്ങനെയുണ്ട്, മനസ്സിലായി. ആ അറ്റ ടൈമിൽ നമുക്ക്, അതായത് ഈ 2.5 മണിക്കൂർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതാണ് നമ്മുടെ എക്സാം. ഓക്കെ, അത് ഏതൊരു എക്സാം അങ്ങനെ തന്നെയാണ്. നമ്മൾ എക്സാമിന് കയറി കഴിഞ്ഞാൽ ആ സമയം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് നമുക്ക് വിജയം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊതുവെ അഭിപ്രായം ടഫാണ്, എല്ലാവരുടെ അഭിപ്രായം ടഫ് തന്നെയാണ്. പക്ഷേ എന്നാലും നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക്, അതായത് ഇപ്പോൾ A+ വാങ്ങാൻ ആഗ്രഹിച്ചവൻ A+ കിട്ടണമെന്നില്ല, അതുപോലെ ഫുൾ മാർക്ക് കിട്ടാൻ ആഗ്രഹിച്ചവൻ ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ ചെറിയ വേരിയേഷൻസേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമൊന്നും ഇപ്പോൾ ഇതിൽ കാണുന്നില്ല. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഇനി ഇത് മറ്റു +1 ഇത് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ +1 അല്ലെങ്കിൽ +2 പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രക്ഷിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും മകളോട് പറയുക, ഏത് പരീക്ഷയുടെ തലേദിവസം വെച്ചിട്ട് +1 +2 ഒന്നും പഠിച്ചാൽ പരീക്ഷ പോയി എഴുതാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. കിട്ടുന്ന കാര്യം ക്ലാസ്സിൽ എന്താണോ പറയുന്നത് അത് കണക്റ്റഡ് ആയിരിക്കണം മനസ്സിൽ. അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. പഠിക്കുക എന്ന് പറഞ്ഞാൽ രാവും പകലിരുന്ന് ഇങ്ങനെ അന്തം പൊട്ടിയിരുന്ന് വായിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഇടവേള വെച്ചുകൊണ്ട് അത് വായിച്ച് നോക്കുക, അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക, അതായത് റീകോൾ ചെയ്യുക, ഓർത്തു നോക്കുക, വീണ്ടും നമ്മളത് വായിച്ചു നോക്കുക, റീകോൾ ചെയ്യുക. അത്ര ഇത് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. പിന്നെ കാൽക്കുലേഷൻസ് ചെയ്ത് പഠിക്കാനുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇവിടെ കൂടുതലും കാൽക്കുലേഷൻസ് ഒന്നും അങ്ങനെ വന്ന് ചോദിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ആകെ ഒരു പിന്നെ വിഭേദക അനുപാത നിയമം ആ ചിത്രം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം കണ്ടത് 24ാമത്തെ ഒരു ചോദ്യമാണ്. അതായത് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ MPCയും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇക്വിലിബ്രിയം ഇൻകം കാണാൻ വേണ്ടി പറഞ്ഞു. അത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് ആ വക ചോദ്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് എനി ഫോർ ഷോർട്ട് റൺ കോസ്റ്റ് വിത്ത് ഇക്വേഷൻസ് എന്നാണ്. അതായത് കോസ്റ്റുകൾ ഏതൊക്കെയാണ്, 4 പ്രധാനപ്പെട്ട കോസ്റ്റുകൾ എഴുതാനും സൂത്രവാക്യമാണ്. അതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ആ കോളം തരംതിരിച്ച് എഴുതാൻ വേണ്ടിയിട്ട് 3 കോളം തന്നിട്ട് 5 കോളം കാണാൻ വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷൻ, കോസ്റ്റ് കാൽക്കുലേഷൻ ഉണ്ടല്ലോ, അതിനെ ഇവർ തിയറി ആക്കിയിട്ട് ചോദിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ചോദ്യത്തിൻ്റെ ശൈലി അങ്ങോട്ട് മാറ്റി നമ്മളങ്ങോട്ട് ഉഴപ്പിച്ച് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത് കൂൾ ഓഫ് ടൈമിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ കിട്ടുമായിരുന്നു. പിന്നെ കിട്ടാത്തവർ ഈ പറഞ്ഞ രൂപത്തിലുള്ള ആളുകൾ തന്നെ ആയിരിക്കും എക്സാമിൻ്റെ തലേദിവസം, അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരാഴ്ച മുന്നേ, അല്ലെങ്കിൽ എക്സാമിൻ്റെ 2 ദിവസം മുമ്പൊക്കെ ഇതിനു വേണ്ടി മാത്രം മെനക്കെട്ട ആളുകൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ ഒരു എക്സാമിനെ നോക്കി കാണരുത്. അങ്ങനെ കണ്ടവർക്കുള്ള ഒരു അടിയായിട്ട് ഈ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും എല്ലാവരും ജയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ജയിക്കട്ടെ. ഓക്കെ, പരീക്ഷ എഴുതി എല്ലാവരും ജയിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ടൊന്ന് ഇരുന്ന് വിലയിരുത്തിയാൽ മാത്രമേ നമ്മുടെ ഈ ഇപ്പം നമ്മൾ ഇന്നലെയും മിനിയാന്നൊക്കെ ഇട്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ക്ലാസ്സുകളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ പറഞ്ഞൊക്കെ വന്നിരുന്നോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്നെ ചീത്ത വിളിക്കുകയാണെങ്കിൽ ചീത്ത വിളിച്ചോ, നോ പ്രോബ്ലം. ഓക്കെ, ഞാനത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2 കൈയും നീട്ടി സ്വീകരിക്കും. ഓക്കെ മക്കളെ, അപ്പോൾ എന്തായാലും സഹകരിച്ചവർക്ക് നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.